ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ അടപ്രഥമൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അതിന് ആദ്യമായിട്ട് നമ്മൾ 200 ഗ്രാമിൻ്റെ 2 റിബൺ അടയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം തേങ്ങാക്കൊത്ത്, കോക്കനട്ട് മിൽക്ക് പൗഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ഏകദേശം 1 കിലോ ശർക്കര നമുക്ക് വേണം. ശർക്കര പൊടിയായിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരി നമുക്ക് എടുക്കണം. പിന്നെ ഇവിടെ നമ്മൾ ഏലക്ക പൊടിയായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ കുറച്ച് ചുക്ക് പൊടി, പിന്നെ നമ്മൾ കശുവണ്ടിയും കൂടെ എടുത്തിരിക്കുന്നുണ്ട്. നമ്മളിത് ഏകദേശം ഒരു 15 പേർക്ക് ഉള്ളൊരു കണക്കിലാണ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ അട ചെറുതായിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് നമ്മളൊന്ന് വേവിക്കാനായിട്ട് ഇടണം. സോ ഇത് ഈ വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് ബോയിലായി വെന്ത് വരണം. നമ്മളത് തൊടുമ്പം നല്ല പഞ്ഞി പോലെ വരുന്നൊരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതിപ്പോൾ നമ്മൾ ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് ഞെക്കി നോക്കുമ്പം നന്നായിട്ടത് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതിപ്പം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടേനെ ഒന്ന് ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളമെല്ലാം ഒന്ന് ഊറ്റി ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് 2-3 തവണ ഒന്ന് കഴുകിയെടുക്കുക. സോ ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകി, ഇനി ഇതിൻ്റെ മൊത്തം വെള്ളം ഒന്ന് പോകാനായിട്ട് നമ്മൾ സ്ട്രെയിനറിൽ തന്നെ ഇടുക. നമുക്കിനി ശർക്കര പാനി ഉണ്ടാക്കാം. ഇനി നമ്മളൊരു 1/2 കപ്പ് വെള്ളം, തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കിലോ ശർക്കരയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ശർക്കര പൊടിയായിട്ട് കിട്ടത്തില്ലെങ്കിൽ ശർക്കര കട്ട നല്ല പൊടിച്ചിട്ട് ഇടണം. അന്നേരമാണ് നമുക്ക് പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടുന്നത്. എളുപ്പത്തിൽ നമുക്ക് അലിഞ്ഞും കിട്ടും. ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിലേക്ക് നമ്മൾ ആദ്യം പായസം ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കിനും നമ്മൾ വേവിച്ച് വെച്ച അട ആഡ് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഈ നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി നേരം വഴറ്റണ്ട, ഒരു 2 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ഒരു അരിപ്പ ത്രൂ ആഡ് ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിൽ കരടോ ഉണ്ടെങ്കിൽ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊരു 5-10 മിനിറ്റോളം നമ്മൾ മിക്സ് ചെയ്യണം. ശർക്കര ഒന്ന് കുറച്ചൊന്ന് ടൈറ്റായി വരുന്നവരെ നമ്മൾ ചെയ്യുക. കൂട്ടത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇപ്പം. ഇനി ഇത് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. കോൺസെൻട്രേറ്റ് മിക്സ് ചെയ്യണം, ഇല്ലേ ശർക്കര അടുക്കി പിടിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കാം. സോ നമ്മളിപ്പം തേങ്ങാപ്പാൽ പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഞാനിവിടെ കുറച്ച് തിന്നായിട്ടും പിന്നെ തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കും റെഡിയാക്കുന്നുണ്ട്. 2ാം പാലും 1ാം പാലും ഉള്ള രീതിയിൽ. സോ ഏകദേശം നമുക്ക് 2 കപ്പ് 2ാം പാലും പിന്നെ ഏകദേശം 4 കപ്പ് 1ാം പാലും റെഡിയാക്കി വെക്കണം. ഇതിപ്പം നമ്മുടെ ശർക്കര റെഡിയായിട്ടുണ്ട്. ഇതിപ്പം അടയൊക്കെ നല്ല ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് അതേ പിടിച്ചിട്ട് ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. സോ ആദ്യം നമ്മൾ 2ാം പാല് 2 കപ്പാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പം ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇനി ഇതിലേക്ക് കട്ടിയുള്ള 1ാം പാല് 4 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം. ഇനി നമ്മൾ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിനി തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത് കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയിട്ട് മതി. സോ ഇതൊരു 5-10 മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം.
നമ്മളിനി ഏലക്കപ്പൊടി ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്യണം. ഈ ഏലക്കപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തെല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. സോ ഇത് ഒരു 15-20 മിനിറ്റോളം നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നത് പായസത്തിനൊരു തിളക്കം വരാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പം നന്നായിട്ടിത് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് 2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യുക. വൺസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിയുമ്പം നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ചാൽ അത് പിരിഞ്ഞു പോവും. നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പിന്നെ ഇത് തണുക്കുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. സോ നമ്മൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി നമ്മൾ തേങ്ങാക്കൊത്തും കശുവണ്ടിയും റേസിൻസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമ്മൾ അതും കൂടെ ആഡ് ചെയ്യാനുള്ളൂ. സോ അങ്ങനെ നമ്മൾ ഇതെല്ലാം വറുത്ത് ഇനി നമ്മളിത് പായസത്തിലേക്ക് ആഡ് ചെയ്യുവാണ്. സോ കശുവണ്ടിയും റേസിൻസും പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ വരുമ്പോഴാണ് അടപ്രഥമന് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. പിന്നെ അടപ്രഥമൻ ഇരിക്കും തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. സോ ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുക. ഇത് നമുക്ക് ചൂടോടെ വേണേൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും സെർവ് ചെയ്താലും നല്ലതായിരിക്കും. സോ അങ്ങനെ നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.